എല്ലാം അവനെ മാലിന്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആദ്യത്തെ പുസ്തകം, അതില് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭാഗമുണ്ട്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? തന്റെ ഛായയിലും സാദൃശ്യത്തിലും. മറ്റെല്ലാ ജീവജാലങ്ങളെയും, വൃക്ഷലതാദികളെയും, പക്ഷിമൃഗാദികളെയും എല്ലാം ദൈവം തന്റെ വചനം വെച്ച് സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവയെല്ലാം ഉളവായി. എന്നാൽ മനുഷ്യനെ ആകട്ടെ ദൈവം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി തന്റെ അവന്റെ രാസാരന്ധ്രങ്ങളിലേക്ക് ദൈവിക ജീവൻ പകർന്നുകൊണ്ട് അവനെ ജീവനുള്ളവനാക്കി മാറ്റുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പ്രകാരം പഠിപ്പിക്കുന്ന ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾ നൽകി. എന്നാൽ മനുഷ്യനാകട്ടെ അവനെ ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവ് നൽകി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മനുഷ്യ സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന് വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം. നാം ഉൽപ്പത്തി പുസ്തകത്തെ കണ്ടെത്തുന്നത് അത് മാത്രമാണ്. ദൈവം മനോഹരമായ ഒരു പർദീസ എന്ന് പറയുന്ന തോട്ടമുണ്ടാക്കുന്നു. അതിൽ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, അവന്റെ സുഖകരമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ക്രമപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് ദൈവം മനുഷ്യനായ ഏദൻ തോട്ടത്തിലാക്കുന്നത്. എന്നിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ ഇതാണ്: നിനക്ക് ഈ തോട്ടത്തില്, അതായത് ഈ ലോകത്തിലെ എല്ലാ സുഖ അനുഭവങ്ങളും നിനക്ക് എടുക്കാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, ഈ ലോകത്തിൽ തെറ്റിനെ കുറിച്ചും ശരിയെ കുറിച്ചും തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. കാരണം ഞാൻ സൃഷ്ടാവും, നീ സൃഷ്ടിയുമാണ്. സൃഷ്ടി എന്നുള്ള നിലയിൽ നിനക്ക് അതിൻ്റെതായ പരിമിതികളെല്ലാം ഉണ്ട്.